ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, സൂപ്പർ മണി പോലെയുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇത്തരം പേയ്മെന്റ് ആപ്ലിക്കേഷനകത്തെ ചില എളുപ്പ മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഓപ്ഷൻ ഒക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചില ഉദാഹരണങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഉടനെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എൻ്റെ ഫോണിൽ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിന്റെ ഹോം സ്ക്രീനിൽ കാണാം, ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും ഒക്കെ QR കോഡ് സ്കാനറിന്റെ ഓപ്ഷൻ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ആ QR കോഡിന്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് എൻ്റെ ഫോണിൽ സ്കാനർ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് QR കോഡ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് വേണം സ്കാൻ ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഷെയ്ക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരം ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യുന്ന QR കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ഡയറക്റ്റ് സ്കാനർ ഓപ്പൺ ആകും. ഉടനെ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പേയ്മെന്റ് നടത്താനും സാധിക്കും. ഇതുപോലെ പേയ്മെന്റ് ആപ്ലിക്കേഷനകത്ത് വരുന്ന ചില എളുപ്പ മാർഗങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും അകത്തുള്ള ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാ പേയ്മെന്റ് ആപ്ലിക്കേഷനെയും കാണിച്ചു തന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് മറ്റുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷനിലും ഇതേ ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം കാണിച്ചു തരുന്നത് ഫോൺ പേയുടെ അകത്ത് വന്നിട്ടുള്ള പുതിയ ഓപ്ഷനാണ്. അതായത് നമുക്ക് ഷെയ്ക്ക് ചെയ്താൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യേണ്ട QR കോഡ് സ്കാനറിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആകുന്നതാണ്. അത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഫോൺ പേ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇടതുഭാഗത്തുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലഭിക്കുന്ന ഓപ്ഷൻ അല്പം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഷെയ്ക്ക് ആൻഡ് സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങൾ പിന്നെ ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്കാനർ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഏത് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ആയാലും അത് ഓപ്പൺ ചെയ്യാതെ പ്രസ് ചെയ്ത് പിടിച്ചാൽ സ്കാൻ എനി QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഇതുപോലെ വെക്കാൻ സാധിക്കും. കടകളിലൊക്കെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കാനർ ഓപ്പൺ ആവും. പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഗൂഗിൾ പേയിൽ മാത്രമല്ല, ഞാനിപ്പോൾ ഫോൺ പേ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം എനി QR കോഡ് സ്കാൻ ഓപ്ഷൻ ഇതിലുമുണ്ട്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ ഹോം സ്ക്രീനിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുമാത്രമല്ല, ഇത്തരം പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ പല ഷോർട്ട് കട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പേ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് മറ്റാർക്കെങ്കിലും പണം അയച്ചു കൊടുക്കണമെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ റീചാർജ്, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ഇതിനകത്തുണ്ട്. അത് ഗൂഗിൾ പേയുടെ അകത്താണ്. ഇനി ഫോൺ പേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് മണി മാത്രമല്ല, നമുക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ പോലും ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോൺ പേ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബാങ്കിൻ്റെ ബാലൻസ് പോലും നോക്കാൻ പറ്റും. ഓരോ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനും വ്യത്യസ്തമായ ഫീച്ചർ ആയിരിക്കും എന്ന് മാത്രം. ഇനി ചില ഫോണുകളിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാലും ഈ QR കോഡൊന്നും പുറത്തേക്ക് ഇടാൻ സാധിക്കില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ QR കോഡെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്നല്ലാതെ ഷോർട്ട് കട്ട് പുറത്തേക്ക് ഇടാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് എല്ലാ ഫോണിലും അല്ല, ചില ഫോണുകളിൽ. പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കറിയാവുന്ന ഇതുപോലെയുള്ള എന്തെങ്കിലും നല്ല ഫീച്ചർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.